Amen. നിന്റെ പിക്ചർ മുഴുവനും ഒരു ഇടയന്റേതാണെങ്കിൽ Maybe the picture you are carrying is of a shepherd. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ലീഡർ അല്ല. God is not desiring you to become a leader. സത്യം പറഞ്ഞാൽ മോശയെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ നല്ലൊരു ലീഡർ പുറത്തു വന്നെന്നാണ്. When people say about Moses, they say that a leader came out of Moses. പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, But Holy Spirit is telling me, ദൈവം മോസസിൽ കാണുന്നത് ഒരു പ്രവാചകനെ അല്ല. God doesn't see Moses a prophet in Moses. ഒരു ലീഡറെ അല്ല. He doesn't see a leader in Moses. തനിക്ക് പകരക്കാരനെയാണ്. He sees Moses an alternative God. തന്നെ പോലെ ഒരുത്തനെയാണ്. Sees someone like him. താൻ നിൽക്കേണ്ടതിന് പകരം നിൽക്കാൻ വേണ്ടിയാ. God sees Moses as someone who should ഈ stand. പട്ടണത്തിൽ അങ്ങനെ ഒരുത്തനെ കിട്ടിയ If you get someone, ഈ പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റാം. God will change the picture of him. അവന്റെ കൈമേൽ, അവന്റെ ശബ്ദത്തിന്റെ മേൽ, അവന്റെ തൊക്കിന്റെ മേൽ, അവന്റെ വസ്ത്രത്തിന്റെ മേൽ ഇറങ്ങി നിൽക്കാൻ ഈ ദൈവം റെഡിയാണ്. God is ready to touch on your skin, this hand, and He is prepared to use you. Thank you, Jesus. Hallelujah. ദൈവം റെഡിയാണ്. God is ready tonight. വേണമെങ്കിൽ ഒരു പ്രവാചകനെ മോസസിന്റെ അടുത്ത് അയക്കാമായിരുന്നു. God could have sent a prophet to Moses. അവന്റെ വിളിയെ കുറിച്ച് ഒരു പ്രവാചകനെ കൊണ്ട് പ്രവചിപ്പിക്കാമായിരുന്നു. He could have called and sent his calling but through a prophet. പക്ഷേ കർത്താവ് അത് ചെയ്തില്ല. God didn't do that. അവന്റെ അടുത്തോട്ട് പ്രവാചകനല്ല വരേണ്ടത്. A prophet should not go to him. അവന്റെ അടുത്തോട്ട് ഞാൻ തന്നെ ഇറങ്ങി ചെല്ലാൻ He പോകുകയാണ്. decided to go himself to Moses. രാത്രി കർത്താവ് ചിലരോട് പറയുന്നു, This night God is speaking to someone. നിന്റെ അടുത്തോട്ട് അവൻ ഇറങ്ങി വരാൻ പോകുകയാ. This night He's going to come near you. അവൻ നേരിട്ട് വന്ന് നിന്നെ തൊടാൻ പോകുകയാ. He's going to come straight near to you and touch you. അവന് പകരക്കാരനായിട്ട് നിന്നെ വേർതിരിക്കാം. He's going to separate you as an alternative to God. പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. And Holy Spirit is desiring that this evening. എത്ര പേര് അതിന് റെഡിയാകുന്നു? How many of you are ready for that? എത്ര പേര് അതിന് ആഗ്രഹമുണ്ട്? How many of you desire that? സത്യം പറഞ്ഞാൽ എൻകൗണ്ടർ എന്ന് പറയുന്നത് ഗൗരവമേറിയ ഒരു സബ്ജക്റ്റ് ആണ്. But to be truly encounter is a serious subject. ദൈവം എന്നെ ഉപയോഗിക്കാൻ തടസ്സമായ സ്വഭാവങ്ങൾ കൊല്ലപ്പെടുകയും The characters that is blocking God to use is going to be killed. ദൈവം ഡിസൈൻ ചെയ്തത് ജനിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് എൻകൗണ്ടർ. It's a place where the design what God wants is going to be born. അതുകൊണ്ടാണ് കേറിപ്പോയതുപോലെ അല്ല മാളിക മുറിയിൽ നിന്ന് അവർ ഇറങ്ങി വന്നത്. That's why how they entered the room, that it's a different way they came out. ആമേൻ. Amen. ഈ പള്ളിയുടെ ചരിത്രത്തിൽ 16-ം നൂറ്റാണ്ടിന് ശേഷം In the history of this church after the 16th century, ഇന്ന് വരെ നടന്നിട്ടില്ലാത്തൊരു ഹോളി എൻകൗണ്ടറിന് വേണ്ടി a holy encounter that never happened like this. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ When we are desiring for അടുത്ത it, സൺഡേ ഇവിടെ കുർബാന നടത്താൻ വരുന്നവരെ ആത്മാവ് തൊടുന്ന the next Sunday when they come to do their worship, മറ്റൊരു ആത്മതലം ഇതിനകത്ത് തുറക്കപ്പെടണം. God is going to open and encounter Holy Spirit here. എത്ര പേരത് How many വിശ്വസിക്കുന്നു? of you believe that? ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം The extraordinary presence of the Holy Spirit ഇതിന് നടുവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. has come down here in our midst. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഹോരേബായി മാറാൻ പോകുന്നു. I believe that this is going to be a holy. മോസസ് അറിയാത്ത അവനിൽ മറഞ്ഞു കിടന്ന ഒരു മനുഷ്യനെ പുറത്തെടുക്കുന്ന പോലെ Like a person that Moses never knew, he took it out of him. നിങ്ങളുടെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവ മനുഷ്യനെ പുറത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. God decides to bring out a man of God from inside of you. ദൈവം തീക്കകത്ത് നിന്ന് അവനോട് സംസാരിക്കുന്നു. God was speaking inside the fire. രണ്ട് കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റത്തില്ല. I cannot say without saying two things. അവൻ ആ തീക്കകത്തോട്ട് കയറി വരുന്ന സമയത്ത് When he was entering the fire, ദൈവത്തിന്റെ ആത്മാവ് the Spirit of God തീക്കകത്ത് നിന്ന് അവനോട് സംസാരിക്കുകയാണ്. was speaking in from inside the fire. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. Take off the sandals from your foot. സത്യം പറഞ്ഞാൽ ചെരുപ്പ് ഒരു വലിയ ഘടകമല്ല. To be fact, the sandals are not a big thing. അതൊരു സാധാരണ ചവിട്ടി നടക്കണ്ടേ, കല്ല് കൊള്ളാതെ മുള്ളു കൊള്ളാതെ ചവിട്ടി നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ സാധനമല്ലേ. The sandals are a very small thing. ആമേൻ. Amen. അവന്റെ ചിന്താഗതിയിൽ അത് ചെറിയ സംഭവമാണ്. In his mind, it's a small thing. പക്ഷെ ദൈവത്തിന്റെ ചിന്താഗതിയിൽ അത് മിസ്രൈമിന്റെ അവകാശമാണ്. But for God, it's something right from his stream. ആമേൻ. Amen. കണ്ടോ, ആ സാന്നിധ്യത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് വേണ്ടാത്ത അവകാശങ്ങൾ പൊട്ടുന്നത്. When he enters that presence of God, whatever you don't need in your life will break away. ഈ മീറ്റിംഗിന്റെ അകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി പാടാൻ തുടങ്ങിയപ്പോൾ മുതലേ ഇതൊരു പ്രവചനമായി വന്നുകൊണ്ടിരിക്കുക. When we started the meeting and started worshiping, it is coming as a prophecy. നിന്നെ ഉപയോഗിക്കാൻ തടസ്സമായി കിടക്കുന്ന ബന്ധനങ്ങൾ നീ പോലും അറിയാതെ ദൈവം പൊട്ടിക്കും. Only this that is blocking you from being used by
like God will break it without even you knowing it. ആമേൻ. Amen. എത്ര പേർക്ക് അത് കേൾക്കുമ്പോൾ ആമേൻ പറയാൻ കഴിയും? If you can say amen by responding to that. ദൈവത്തിന് നിന്റെ കൂടെ നടക്കാൻ കഴിയാത്ത ചെരുപ്പുകൾ നിന്റെ കാലെ കാണാൻ ദൈവം അനുവദിക്കത്തില്ല. God will not allow for you to have sandals that is blocking God from walking with you. ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. And I will explain to you that ചെരുപ്പെന്ന് പറയുന്നത് ശരീരത്തോട് പറ്റിക്കിടക്കുന്നതാ. sandal is something that's attached to your body. അത് എപ്പോഴും ബോഡിയുമായി ചേർന്നാ കിടക്കുന്നത്. It's always attached to your body. നിന്റെ ശരീരവുമായി ചേർന്ന് കിടക്കുന്ന തെറ്റായ അവകാശങ്ങൾ, There's something that's a claim that's attached to your body. സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് പൊളിഞ്ഞു പോകും. It will break away when the Holy Spirit comes on you. ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ആത്മാവിൽ ആരാധിക്കുകയും അന്യഭാഷയുടെ നിറവിൽ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ട് ഇടക്കാലം കൊണ്ട് മങ്ങിപ്പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഏതോ തെറ്റായ അവകാശം നിന്നിൽ അറിയാതെ പ്രവേശിച്ചിട്ടുണ്ട്. If there is someone who is listening to me who has once worshipped in spirit, you have to understand that there is something that has a claim on you in a wrong way. എന്നാ പേടിക്കണ്ട. Do not fear. ദാ ഒരു തീ വെളിപ്പെടുകയാണ്. There's a fire that's going to be revealed. തെറ്റായ അവകാശത്തെ കത്തിക്കുക മാത്രമല്ല, Do not fire up that wrong claim, നിന്നെ ഒരു തീയും കൂടെ ആക്കി മാറ്റാം. but it will make you a new fire. ദൈവം ആഗ്രഹിക്കുകയാണ്. God desires of you that. 80 വർഷമായിട്ട് കയ്യിലുള്ള ഒരു കമ്പ്, He had a stick which he has been holding for 80 years. അത് വരുന്നത് മിസ്രൈമിൽ നിന്നാണ്. And it's coming from Israel. അതിനകത്തൊരു പത്തിക്കാരൻ സർപ്പമുണ്ടെന്നുള്ള കാര്യം മോസസിന് അറിയില്ലായിരുന്നു. He didn't know that there was a serpent inside the stick. പക്ഷെ എൻകൗണ്ടർ നടന്നപ്പോഴാ But when the encounter happened, താൻ ചുമക്കുന്നതിനകത്ത് വേറൊരു ശക്തി ഉണ്ടെന്ന് അറിയുന്നത്. he understood that there was a certain power in that stick. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. Say amen. രാത്രി ഇവിടെ പ്രസൻസ് ഇറങ്ങുമ്പോൾ When the presence comes down this evening, നാട്ടിലുള്ള മണ്ണിന്റെ മേൽ, the land that you have in your own house, നാട്ടിലുള്ള വീടിന്റെ മേൽ, the house that you have in your home, നാട്ടിലുള്ള മാതാപിതാക്കളുടെ മേൽ, the parents are in India, നിന്റെ ജനിതക അവകാശങ്ങളുടെ മേൽ, the birthright, പാരമ്പര്യ അവകാശങ്ങളുടെ മേൽ, birthright, മണ്ണിന്റെ അവകാശങ്ങളുടെ മേൽ, the land rights, എല്ലാം ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. God's fire will come upon you. Thank you, Jesus. Hallelujah. ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. Jesus. ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. God's fire will come upon you. ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. God's fire will come upon you. ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. God's fire will come upon you. ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. God's fire will come upon you. ഓരോ ശബ്ദഗാനത്തിൽ Thank you, Jesus. Hallelujah. ശരീരത്തോട് പറ്റിക്കിടക്കുന്നതോ, It is something that's attached to your body, അവന്റെ മണ്ണിനോട് പറ്റിക്കിടക്കുന്നതോ, but something attached to the land, അവന് ആശ്രയമായി നിൽക്കുന്നതോ, something that he trusts, അത് മുഴുവൻ ദൈവം പൊളിക്കുക. and God is breaking everything. Amen. ദൈവം നമ്മളെ എടുക്കാൻ തുടങ്ങുമ്പോൾ When God takes you out, വേറൊരു അവകാശം പറയുന്ന ഒരു സാധനം പിന്നെ നമ്മളെ ഫോളോ ചെയ്യരുത്. there shouldn't be anything that follows you that have a claim on you. കർത്താവിനത് നിർബന്ധമാണ്. God he's very strict about that. എത്ര പേർക്ക് കേൾക്കുമ്പോൾ ആമേൻ പറയാം. Come on, if you can say amen. ആകപ്പാടെ ഒരു കുറ്റം പറയാനുണ്ടെങ്കിൽ If there's only one thing that he can say, അവന്റെ ശബ്ദത്തെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. it's only about his voice. ബാക്കി എല്ലാത്തിലും ദൈവം അവനെ പെർഫെക്റ്റ് ആക്കി. But God made him perfect in everything else. ഈ സാന്നിധ്യത്തിനകത്ത് ആ ശബ്ദം ഒന്നും തൊട്ട മാറത്തില്ലായിരുന്നു, ആ വിക്ക് മാറത്തില്ലായിരുന്നു. In that presence, when God touches, he could have cleared that stammering. ദൈവം മാറ്റിയില്ല, മോശ ചോദിച്ചുമില്ല. God didn't do it, and Moses never asked about that. Thank you, Jesus. ഒന്നുകൂടി ഞാൻ ആ സെന്റൻസ് പറയാം. ദൈവം മാറ്റിയില്ല, മോശ ചോദിച്ചുമില്ല. I'll repeat that sentence again. God didn't do it, and Moses never asked about it. എൻകൗണ്ടറിനകത്ത് ദൈവം പ്രഥമമായി പ്ലാൻ ചെയ്യുന്നത്, In an encounter, what God primarily plans is, നിന്നെ ദൈവത്തിന്റെ പകരക്കാരനാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. the only thing is to make you as an alternative to God. അത് നീ വിക്കി പറഞ്ഞാലും അവന് പകരക്കാരനാണ്. Even if you stammer about it, you are still an alternative to God. Amen. ശബ്ദകാല Thank you, Jesus. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. Thank God for the Holy Spirit. യേശുവിന്റെ നാമത്തിൽ Thank you, Jesus. Hallelujah. ഒരു സെന്റൻസ് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. I'm going to say one sentence and pray. കേറിയത് 300 ആടുകളുടെ ഇടയനായിട്ട്, He entered Horeb as a shepherd of 300 sheep. ഇറങ്ങുന്നത് 40 ലക്ഷം പേരുടെ പാസ്റ്ററായിട്ട്. When he came down, he was a pastor of 40 lakhs people. ആമേൻ. Amen.
ഇന്ന് രാത്രി വന്നതുപോലെ പോകരുത്. This evening you shouldn't go back the same way you came ദാഹിക്കാൻ in. പറ്റുന്നവർ വല്ലാതെ ദാഹിച്ചേ. If you are thirsty, have more thirst about God. കണ്ണുകൾ അടച്ച ഹൃദയം തുറന്ന് ആ ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഒരു മിനിറ്റ് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു. Close your eyes and pray for 1 minute. Because of his presence is there. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കും. Jesus, hallelujah. സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റും, തേജസ്സിനെ കാണാൻ പറ്റും. You can experience the presence and you can see the glory. ഇന്ന് രാത്രി അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറമായി കാണുന്ന ഒരു പ്രതലം. This evening, more than what you experience, but what you see. പരിശുദ്ധാത്മാവായ ദൈവം തുറക്കാൻ വേണ്ടി Holy Spirit is going to open you for that. ഭയങ്കരമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു. Let's start praying for that. അന്യഭാഷയുള്ളവർ അന്യഭാഷകളിൽ കണക്ട് ആകണം. For those who are filled with the Holy Spirit, start connecting with the Holy Spirit. ഇത് വ്യക്തിപരം എന്നതിനേക്കാൾ അപ്പുറമായി ഈ പട്ടണത്തെ തൊടുന്ന ഒരു എൻകൗണ്ടർ ആയിട്ട് ഇത് മാറട്ടെ. I'll say that it is encounter will be for the city rather than in a personal way. ഈ കുഞ്ഞുങ്ങളെ തൊട്ടാൽ Holy ഈ Spirit കുഞ്ഞുങ്ങൾ പഠിക്കുന്ന